നിങ്ങളെല്ലാവരും പിക്സാർ അനിമേഷൻ സ്റ്റുഡിയോൻ്റെ ഈ അനിമേഷൻ കണ്ടിട്ടുണ്ടാവും അല്ലേ? ആപ്പിൾ ഈ ലാമ്പിൻ്റെ റിയൽ ലൈഫ് വേർഷനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ആപ്പിൾ തന്നെ ഒരു പുതിയ റിസർച്ച് പേപ്പർ പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ പറയുന്ന കാര്യവും അതുപോലെ തന്നെ മിങ് ചീക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഫേമസ് ആപ്പിൾ അനലിസ്റ്റും ഇതിനെപ്പറ്റി പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. കാര്യം ഇത്രേ ഉള്ളൂ, ആപ്പിൾ കൺസ്യൂമർ ലെവൽ റോബോട്ടിക്സിലേക്ക് ഇറങ്ങുകയാണ്. ഈ റിസർച്ചിൽ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടേബിൾ ലാമ്പിനെ പോലെ ഇരിക്കുന്ന ഒരു സ്മാർട്ട് അസിസ്റ്റന്റിനെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ AI എത്രത്തോളം അഡ്വാൻസ്ഡ് ആണ്, ഇൻ്റലിജൻ്റ് ആണ് എന്നുള്ളതൊക്കെ അല്ലേ. അപ്പോൾ AIനെ ഒരു റോബോട്ടിൻ്റെ മൈൻഡ് അല്ലെങ്കിൽ ബ്രെയിനായിട്ട് കണക്കാക്കുകയാണെങ്കിൽ അതിൻ്റെ ബോഡി എന്ന് പറയണത് റോബോട്ടിൻ്റെ ഫിസിക്കൽ ബോഡി ആയിരിക്കും. ഇതിനെ രണ്ടിനെയും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന പരിപാടിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹ്യൂമനോയിഡ് റോബോട്ട്സ് അഥവാ മനുഷ്യന്മാരെ പോലെ ഇരിക്കുന്ന നമ്മളെ രൂപമുള്ള നമ്മളെപ്പോലെ ഇൻ്റലിജൻസ് ഉള്ള ഒരു റോബോട്ടിനെ ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളെപ്പോലെ തന്നെ ഇരിക്കുന്ന റോബോട്ട്സ് വളരെ വളരെ ക്രീപ്പിയാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്തിന് അല്ലെങ്കിൽ ആൻഡ്രോയിഡ് കുഞ്ഞപ്പന്, ഇതല്ലാതെ മേഗൻ എന്ന് പറഞ്ഞുള്ള ഹൊറർ ഫിലിമിലുള്ള റോബോട്ട്, ഇതൊക്കെ നമ്മുടെ റിയൽ ലൈഫിൽ ഉണ്ടെന്ന് വിചാരിക്കുക. അതിൻ്റെ കൂടെ ഒരുമിച്ചൊരു കമ്പാനിയനായിട്ട് നമുക്ക് ജീവിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. അത് വളരെ വിയേർഡായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് മാത്രമല്ല, ഒരു നല്ല അസോസിയേഷൻ അല്ല ഇത്തരം റോബോട്ട്സായിട്ട് നമുക്ക് മനുഷ്യന്മാർക്ക് പൊതുവെ ഉള്ളത്. ഇപ്പോൾ എത്ര സിനിമകളിലാണ് ഈ മനുഷ്യന്മാരുടെ ഷേപ്പിലുള്ള ഹ്യൂമനോയിഡ് റോബോട്ട്സ് വേൾഡിനെ ടേക്ക് ഓവർ ചെയ്യുന്നതും നമ്മളെ നശിപ്പിക്കുന്നതൊക്കെ ആയിട്ട് കാണിക്കുന്നത്. അതുകൊണ്ട് ഒരു നല്ലൊരു അസോസിയേഷൻ അല്ല നമുക്ക് ഹ്യൂമനോയിഡ് റോബോട്ട്സിനോടുള്ളത് പൊതുവെ. ഇവിടെ ആപ്പിളിൻ്റെ റിസർച്ചിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇതിൽ ആപ്പിൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ റോബോട്ട് ഒരു മനുഷ്യനെ പോലെ അല്ല ഇരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിക്സാർ അനിമേഷൻ സ്റ്റുഡിയോൻ്റെ ആ ലാമ്പിനെ ബേസ് ചെയ്തിട്ടാണ് അവർ ഈ റോബോട്ടിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ എനിക്കിത് ഫീൽ ചെയ്തത് അയൺമാൻ സിനിമയിലെ ഡം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു റോബോട്ടിനെ ഒന്ന് മിനിയേച്ചർ ചെയ്ത പോലത്തെ ഒരു വേർഷനായിട്ടാണ് എനിക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്തത്. ആപ്പിൾ പൊതുവെ ഭയങ്കര സീക്രസി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അവർ എന്ത് പ്രൊഡക്റ്റാണ് ഡെവലപ്പ് ചെയ്യുന്നത്, എന്ത് സാധനമാണ് പുറത്തോട്ട് വിടണമെന്നൊക്കെ നമുക്കത് പുറത്തോട്ട് വരുമ്പോൾ തന്നെ മനസ്സിലാവുള്ളൂ. ഒരുപാട് റൂമേഴ്സ് പൊതുവെ വരാറുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒട്ടുമിക്ക സമയത്തും ഫേക്ക് ആയിരിക്കും. റോബോട്ടിൻ്റെ കാര്യത്തിൽ പക്ഷേ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് നമ്മുടെ കൺസ്യൂമർ ലെവലിൽ റോബോട്ട് ഇറക്കുമ്പോൾ അതിനെ പബ്ലിക് ആക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ചില സ്റ്റഡീസ് നടത്തേണ്ടതുണ്ട്. ഒരുപാട് റിസർച്ചേഴ്സിന് അതിന് ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവും. യൂണിവേഴ്സിറ്റികളും മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ അതിൻ്റെ ഭാഗമായിരിക്കും. ഈ ഒരു ഐഡിയ, ഈ ഒരു പ്രോജക്റ്റ് ഇപ്പോഴും അതിൻ്റെ ഏർലി സ്റ്റേജസിലൊക്കെയാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അയൺമാനിലെ ഡം എന്ന് പറഞ്ഞിട്ടുള്ള റോബോട്ട്, അതിന് മനുഷ്യൻ്റേതായിട്ടുള്ള ഒരു രൂപസാദൃശ്യമില്ല. പക്ഷേ അതിനോട് നമുക്കൊരു ഇമോഷണൽ കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ അതിന് ജീവനുണ്ട് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കാനും അതിൻ്റെ ചേഷ്ടകളിലൂടെ അതിന് പറ്റുന്നുണ്ട്. ഇത് തന്നെയാണ് ആപ്പിൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ആപ്പിൾ എന്താണ് ഈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു AI അസിസ്റ്റൻറ്റിന്, ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു AI അസിസ്റ്റൻറ്റിന് ഒരു ലാമ്പിൻ്റെ ഫോം ഫാക്ടറിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അതിന് പുറമെ ഇതിന് ജീവനുള്ളതായിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഫിസിക്കൽ മൂവ്മെൻറ്റ്സ്, അതായത് നോഡിങ്, അതേപോലെ ഒരു ഹെസിറ്റൻസ് കാണിക്കുക, സങ്കടം കാണിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഫിസിക്കലി ജസ്റ്റ് വോയിസിലൂടെ അല്ലാതെ കാണിക്കുന്ന ഒരു പരിപാടിനെയാണ് ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് പുറത്തു വന്നിട്ടുള്ള ഒരു ഡെമോ വീഡിയോ ഉണ്ട്. ആ ഡെമോ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത്, ഇപ്പോൾ അതിനൊരു ടാസ്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു സാധനത്തിലേക്ക് അത് റീച്ച് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിനത് എത്തുന്നില്ല എന്നുള്ളത് അതിങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന പോലെ കാണിച്ചിട്ട് തിരിച്ചു വന്ന് അതിനൊരു സങ്കടമുള്ള പോലെ കാണിക്കുക. അത് ട്രൈ ചെയ്ത് നമ്മൾ പ്രൂവ് ചെയ്യിക്കുന്ന, അതിന് നമുക്ക് ഫീൽ ചെയ്യിക്കുന്ന ഒരു മൂവ്മെൻറ്റ് കൊടുക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഷ്യൽ കോൺവെർസേഷനിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ, ഒരു കാര്യത്തിനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ എക്സൈറ്റ്മെൻറ്റ് കാണിക്കുക, വിഷമം കാണിക്കുക, ആ ഒരു ഇമോഷൻ മൂവ്മെൻറ്റ്സിലൂടെ കൊണ്ടുവരാൻ ഈ റോബോട്ടിന് പറ്റിയിട്ടുണ്ട്. പിന്നെ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെള്ളം കുടിക്കാൻ റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്തുള്ള കപ്പിലെ വെള്ളം ജസ്റ്റ് തലകൊണ്ട് ഇങ്ങനെ തട്ടി നമ്മുടെ അടുത്തേക്ക് നീക്കി തരുന്ന ഒരു സാധനവും അതിൽ കാണുന്നുണ്ട്. പിന്നെ ഈ പർട്ടിക്കുലർ റോബോട്ടിൻ്റെ വിഷ്വൽ ഔട്ട്പുട്ട്സ് ഒക്കെ ഒരു പ്രൊജക്ടറിലൂടെയാണ്, അതായത് ഒരു പ്രൊജക്ടർ കൂടെ അതിൻ്റെ ലാമ്പ് ഹെഡിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും കാര്യം അറിയാനുണ്ടെങ്കിൽ, അതിൽ വിഷ്വലി കാണിച്ചു തരുന്നുണ്ടെങ്കിൽ അത് ആ പ്രൊജക്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഫ്ലാറ്റ് സർഫസിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ തന്നെ എക്സൈറ്റ് ചെയ്യിച്ചത് പാട്ടുകൾ പ്ലേ ചെയ്യുമ്പോൾ ഈ റോബോട്ട് ആ പാട്ടിനനുസരിച്ച് നമ്മുടെ കൂടെ വൈബ് ചെയ്യുന്ന ഒരു സാധനമാണ്. അതെനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടായിരുന്നു. ഇപ്പോൾ ഈ റോബോട്ടിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സിറിനെ പോലെ സംസാരിക്കുക, അതായത് ആപ്പിളിൻ്റെ വോയിസ് അസിസ്റ്റൻറ്റ് സിറിനെ പോലുള്ള ഒരു വോയിസും സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് പുറമെ ഇതിനകത്തൊരു ക്യാമറയുണ്ട്. ആ ക്യാമറ നമ്മളെ കാണാനും ബേസിക്കലി അതിൻ്റെ കണ്ണായിട്ട് വർക്ക് ചെയ്യാനും, അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ജസ്റ്റേഴ്സ് കാണിച്ചോ കൈകൊണ്ട് ആക്ഷൻസ് കാണിക്കുമ്പോൾ അതിനെ ഫോളോ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഈ ഒരു ഫോം ഫാക്ടർ, അതായത് ഒരു ലാമ്പിൻ്റെ ഫോം ഫാക്ടർ ഉള്ളതുകൊണ്ട് ഇതിന് 6 ഡയറക്ഷനിൽ മൂവ് ചെയ്യാം. അതായത് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും മേലോട്ടും താഴോട്ടുമുള്ള ഏത് ഡയറക്ഷനിലും വേണമെങ്കിൽ മൂവ് ചെയ്യാം. ഇതിന് 6 degrees of freedom എന്നാണ് പറയുക.
ആപ്പിൾ ഈ റോബോട്ട് ടെസ്റ്റ് ചെയ്യാനായിട്ട് ആളെടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സെയിം റോബോട്ടിൻ്റെ 2 വേർഷൻസ് ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഒന്നിൽ എക്സ്പ്രസീവ് മൂവ്സ് എന്ന് പറയുന്ന സംഭവത്തിനെ ഉള്ളതായിട്ടും ഒന്നിൽ അങ്ങനെ എക്സ്പ്രസീവ് മൂവ്സ് ഒന്നുമില്ല, നമ്മളൊരു ടാസ്ക് പറഞ്ഞാൽ ആ ടാസ്ക് മാത്രം ചെയ്യുന്ന പോലെയുള്ള ഒരു വേർഷനാണ് കൊടുത്തത്. ടെസ്റ്റ് ചെയ്ത ആൾക്കാർക്ക് ബേസിക്കലി ഫീൽ ചെയ്തത് ഇങ്ങനെയാണ്, എക്സ്പ്രസീവ് ആയിട്ടുള്ള റോബോട്ട് അതിൻ്റെ സോഷ്യൽ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു പാട്ടിൻ്റെ കൂടെ അത് ഡാൻസ് കളിക്കുക എന്നുള്ള കാര്യം ചെയ്യുമ്പോൾ ഇതിനെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയത് ഒരു പെറ്റ് പപ്പി ആയിട്ടാണ് ആളുകൾക്ക് പൊതുവെ. ആളുകൾ ചൂസ് ചെയ്തത് ഈ എക്സ്പ്രസീവ് റോബോട്ടിനെ തന്നെയാണ്. അതായത് അതിനെ കൂടുതൽ ഇൻ്റലിജൻ്റ് ആയിട്ടും ജീവനുള്ളതായിട്ടും അതുപോലെ കൂടുതൽ ട്രസ്റ്റ് വർത്തി ആയിട്ട്, അതായത് വിശ്വസിക്കാൻ പറ്റും എന്നൊക്കെ തോന്നിയത് ഈ എക്സ്പ്രസീവ് സൈഡിലുള്ള റോബോട്ടിനെയാണ്. അതായത് ഫങ്ഷണൽ റോബോട്ടിനെ ആർക്കും അത്രയ്ക്ക് അങ്ങ് പിടിച്ചില്ല. പക്ഷെ ചില കാര്യങ്ങളിൽ ഈ എക്സ്പ്രസീവ് റോബോട്ട് കുറച്ച് പ്രശ്നമായിരുന്നു. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ലൈറ്റ് ഓൺ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്, പെട്ടെന്ന് ലൈറ്റ് ഓൺ ചെയ്യണം. പക്ഷേ ഈ ഹെസിറ്റൻസും അതായത് ഈ ഇമോഷനും കാര്യങ്ങളൊക്കെ ഇതൊന്ന് മടിച്ച് നിൽക്കുക അങ്ങനെയുള്ള എക്സ്ട്രാ മൂവ്മെൻറ്റ്സ് കൊടുക്കുമ്പോൾ അത് ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നി. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഒരു ബാലൻസ് കണ്ടുപിടിക്കലാണ് ഇപ്പോഴത്തെ ടാസ്ക്. ഈ റിസർച്ച് പേപ്പറിലൂടെ ആപ്പിൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ. അതായത് ഒരു റോബോട്ടിനോട് നമുക്ക് അറ്റാച്ച്മെൻറ്റ് തോന്നണമെന്നുണ്ടെങ്കിൽ അത് മനുഷ്യന്മാരെ പോലെയുള്ള ഒരു രൂപം ഉണ്ടാവണമെന്നൊന്നുമില്ല. അതിനിപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ എക്സ്പ്രസീവ് മൂവ്സ് ഉണ്ടായാൽ മതി. ഇത്തരത്തിലുള്ള റോബോട്ട്സിനെ നമ്മൾ കൂടുതൽ അസോസിയേറ്റ് ചെയ്യുന്ന മനുഷ്യനുള്ള ഒരു റീപ്ലേസ്മെൻ്റ് ആയിട്ടല്ല, നമുക്കൊരു കമ്പാനിയൻ ആയിട്ടാണ്. അതാണ് വ്യത്യാസം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോം റോബോട്ട്സ് ഭയങ്കര ടഫായിട്ടുള്ള ഒരു സംഗതിയാണ്. അതായത് ഒരുപാട് കമ്പനികൾ ഇതിനു വേണ്ടി ട്രൈ ചെയ്ത് ഫെയിൽ ചെയ്തിട്ടുണ്ട്. ഹ്യൂമനോയിഡ് റോബോട്ട്സിന് ഉണ്ടാക്കുന്ന മറ്റ് കമ്പനികൾ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് ഫാക്ടറീസിലൊക്കെ ഇതിനെ യൂസ് ചെയ്യാനായിട്ടാണ്, അല്ലാണ്ട് ഒരു വീടിനകത്ത് ഇത് നമ്മളുടെ കൂടെ ഒരു കമ്പാനിയനായിട്ട് അങ്ങനെ ഒരു രീതിക്കല്ല. പിന്നീട് ടെക്നോളജി ബെറ്റർ ആയിട്ട് വന്ന് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ സ്മൂത്ത് ആകുമ്പോൾ അവർ ഈ സെക്ടറിലേക്ക് ഇറങ്ങും എന്നുള്ള രീതിക്കാണ് അവരുടെ പ്ലാൻ. ഇപ്പോൾ ആപ്പിളിൻ്റെ ഈ റിസർച്ചിൻ്റെ കാര്യം എടുത്താണെങ്കിലും ഇതും വളരെ ഏർലി സ്റ്റേജിലാണ് റിസർച്ചിൻ്റെ. അതുകൊണ്ട് ഇത് ഒരുപാട് സമയം എടുക്കും, പെട്ടെന്നൊന്നും പുറത്തു വരില്ല. പിന്നെ മറ്റൊരു കാര്യം, എൻഡ് പ്രൊഡക്റ്റ് ചിലപ്പോൾ ഇതേ ഷേപ്പിലായിരിക്കും എന്നൊന്നുമില്ല. റൂമേഴ്സ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആമിൻ്റെ അറ്റത്ത് ഒരു ഐപാഡ് ലൈക്ക് ഡിസ്പ്ലേ ഉണ്ടാകാനാണ് കൂടുതൽ സാധ്യത എന്നാണ്. ഇതിനോട് വേഗിലി ഫെമിലർ ആയിട്ടുള്ളൊരു സാധനം ഇപ്പോൾ മാർക്കറ്റിലുള്ളത് ആമസോണിൻ്റെ എക്കോ ഷോ 10 എന്ന് പറഞ്ഞിട്ടുള്ള സാധനമാണ്. അതായത് അത് നമ്മൾ നോക്കുമ്പോൾ നമ്മളെ ഫേസ് ചെയ്യുക, അതിൻ്റെ ഡിസ്പ്ലേ നമ്മളെ നോക്കി തിരിയുക, അങ്ങനെ ഒരു സംഗതി അതിൽ ഓൾറെഡി ഉണ്ട്. പിന്നെ നമ്മൾ മനസ്സിൽ വെക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിൾ ഇതേപോലെ സെൽഫ് ഡ്രൈവിംഗ് ഇലക്ട്രിക് കാർസ് ഒക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം അത് അബാൻഡൻ ചെയ്ത മട്ടാണ്. അപ്പോൾ ഇങ്ങനൊരു സാധനം ഇവർ പുറത്തിറക്കുമോ അതോ പാതി വഴിക്ക് ഉപേക്ഷിക്കുമോ എന്നൊന്നും ഒരു തരത്തിൽ ഇപ്പോൾ ഉറപ്പ് പറയാൻ പറ്റില്ല. നമ്മൾ ഇന്ത്യക്കാരെ ബാധിക്കാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വില തന്നെ ആയിരിക്കും. കാരണം വിഷൻ പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ആപ്പിൾ പുറത്തിറക്കിയപ്പോൾ അതിന് $3500 ആയിരുന്നു. ഇപ്പോൾ ഈ പ്രോഡക്റ്റ് അതിനേക്കാൾ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജി യൂസ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അതിനേക്കാൾ വിലയായിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഏർലി സ്റ്റേജിലായതുകൊണ്ട് 2028 ആയാലൊക്കെ ഇത് പുറത്ത് വരുന്നുണ്ടാവുള്ളൂ. പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ്, അതായത് 5 ലക്ഷം രൂപ കൊടുത്തിട്ട് ഒരു സ്മാർട്ട് ലാമ്പിനെ നിങ്ങൾ വാങ്ങി നിങ്ങളുടെ മേശപ്പുറത്ത് വെക്കുമോ?